നമസ്കാരം. ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ പോവുകയാണ്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരം പെർത്തിലാണ് നടക്കുന്നത്. നായകൻ രോഹിത് ശർമ്മ ആദ്യ മത്സരം കളിക്കില്ലെന്ന് ഇതിനോടകം ഉറപ്പായിട്ടുണ്ട്. കുഞ്ഞു പിറന്നതിനാൽ രോഹിത് ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ടില്ല. ഇന്ത്യ നാട്ടിൽ ന്യൂസിലാൻഡിനോട് ടെസ്റ്റ് പരമ്പര തോറ്റാണ് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന് ഉറപ്പാണ്. സമീപകാലത്തെ ഇന്ത്യയുടെ മോശം ഫോം വലിയ തലവേദനയാണ്. കഴിഞ്ഞ 2 തവണയും ഓസ്ട്രേലിയയിൽ ഇന്ത്യ പരമ്പര നേടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും വലിയ പ്രതീക്ഷയുണ്ട്. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ കടുപ്പമാണെന്ന് തന്നെ പറയാം. ഇപ്പോഴിത് ആദ്യ ടെസ്റ്റിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 എങ്ങനെയാവുമെന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് മുൻ താരവും പരിശീലകനുമായിരുന്ന രവി ശാസ്ത്രി. രോഹിത് ശർമ്മ ഇല്ലാതെയുള്ള പ്ലേയിങ് 11 ആണ് രവി ശാസ്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എങ്ങനെ വേണമെന്നതാണ് പ്രധാന പ്രശ്നം. രോഹിത് ശർമ്മ ആദ്യ ടെസ്റ്റിനില്ല. യശസ്വി ജയ്സ്വാൾ ഓസീസിൽ കന്നി ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇറങ്ങുകയാണ്. ഇന്ത്യയിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് ജയ്സ്വാൾ. എന്നാൽ ഓസ്ട്രേലിയയിൽ മികവ് കാട്ടാൻ സാധിക്കുമോ എന്നത് കണ്ടറിയണം. എന്തായാലും ജയ്സ്വാളിന് ഓപ്പണിംഗ് സീറ്റ് ഉറപ്പാണെന്ന് പറയാം. എന്നാൽ ജയ്സ്വാളിനൊപ്പം KL രാഹുൽ ഓപ്പണർ ആവണ്ടെന്നാണ് ശാസ്ത്രി പറയുന്നത്. ശുഭ്മാൻ ഗിൽ ഓപ്പണറായി എത്തണമെന്നാണ് ശാസ്ത്രിയുടെ അഭിപ്രായം. നേരത്തെ ഓസീസിൽ ഓപ്പണറായി കളിക്കുകയും മികവ് കാട്ടുകയും ചെയ്തിട്ടുള്ള താരമാണ് ഗില്ല്. എന്നാൽ ഇപ്പോൾ 3-ാം നമ്പറിലാണ് അദ്ദേഹം കളിക്കുന്നത്. എന്നാൽ രോഹിത്തിന്റെ അഭാവത്തിൽ ഗില്ല് ഓപ്പണിംഗിലേക്ക് തിരിച്ചെത്തണമെന്നാണ് ശാസ്ത്രി പറയുന്നത്. 3-ാം നമ്പറിൽ KL രാഹുൽ കളിക്കണമെന്നാണ് ശാസ്ത്രി നിർദ്ദേശിക്കുന്നത്. പിടിച്ചുനിന്ന് പതിയെ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് രാഹുൽ. എന്നാൽ സമീപകാലത്തായുള്ള താരത്തിന്റെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണ്. സന്നാഹ മത്സരത്തിനിടെ രാഹുലിന് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. 3-ാം നമ്പറിൽ ക്ഷമയോടെ കളിക്കാൻ കഴിവുള്ളവനാണ് രാഹുൽ എന്ന് പറയാം. 4-ാം നമ്പറിൽ വിരാട് കോഹ്ലി തുടരും. കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണ്. ഈ വർഷം ഒരു സെഞ്ചുറി പോലും ടെസ്റ്റിൽ നേടാൻ കോഹ്ലിക്ക് ആയിട്ടില്ല. സന്നാഹ മത്സരത്തിലും അദ്ദേഹം നിരാശപ്പെടുത്തി. ഈ സാഹചര്യത്തിൽ കോഹ്ലിയുടെ പ്രകടനം ഇന്ത്യക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നതാണ്. 5-ാം നമ്പറിൽ ഋഷഭ് പന്ത് തുടരണം. കഴിഞ്ഞ 2 തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയത് ഋഷഭിന്റെ ബാറ്റിംഗ് കരുത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഋഷഭിന്റെ പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തവണ ഋഷഭിനായി പ്രത്യേക പദ്ധതികളോടെയാവും ഓസീസ് ഇറങ്ങുക എന്ന് ഉറപ്പാണ്. 6-ാം നമ്പറിൽ ധ്രുവ് ജുറേലിനെ കളിപ്പിക്കണം. ഇന്ത്യ A ടീമിനൊപ്പം ഗംഭീര പ്രകടനമാണ് വിക്കറ്റ് കീപ്പറായ ജുറേൽ കാഴ്ചവെച്ചത്. സമ്മർദ്ദ സാഹചര്യത്തിലും മികവ് കാട്ടാൻ ജുറേലിന് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ യുവതാരം വേണമെന്നാണ് ശാസ്ത്രി പറയുന്നത്. 7-ാം നമ്പറിൽ സ്പിൻ ഓൾറൗണ്ടറായി ഒരാളാണ് വേണ്ടത്. അത് രവീന്ദ്ര ജഡേജ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരിൽ ഒരാൾ മതിയെന്നാണ് ശാസ്ത്രി പറയുന്നത്. അശ്വിനെ ശാസ്ത്രി തഴഞ്ഞു. സുന്ദറും ജഡേജയും നിർണായക റൺസ് സംഭാവന ചെയ്യാൻ കഴിവുള്ളതാണ്. 8-ാം നമ്പറിൽ മീഡിയം പേസ് ഓൾറൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ കളിപ്പിക്കണം. നിതീഷ് കുമാർ സമീപകാലത്ത് എന്തുകൊണ്ടും മിടുക്കുകാട്ടുന്ന താരമാണ്. സന്നാഹത്തിലും ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ യുവതാരത്തെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്തിയേക്കും. 9-ാം നമ്പറിൽ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്കാണ് സീറ്റ്. ബുംറയുടെ ബൗളിംഗ് പ്രകടനമാണ് ഇന്ത്യയുടെ വജ്രായുധം. കിവീസ് പരമ്പരയിൽ ബുംറ ഫോമിനൊത്തു വരാത്തത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. യുവ പേസർ ആകാശ് ദീപ് മുഹമ്മദ് ഷമിയുടെ അഭാവത്തിൽ കളിക്കണം. ഷമിയെ പോലെ നന്നായി സ്വിംഗ് ചെയ്യാൻ കഴിവുള്ള ബൗളറാണ് ആകാശ് ദീപ്. അവസാനക്കാരനായി മുഹമ്മദ് സിറാജ് ആണ് വേണ്ടത്. സമീപകാലത്തായി സിറാജ് മോശം ഫോമിലാണെങ്കിലും സിറാജ് പ്ലേയിങ് 11-ൽ വേണമെന്നാണ് ശാസ്ത്രി നിർദ്ദേശിക്കുന്നത്.